ലോകത്തിലെ നരകം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത്. ഇന്ത്യക്കെതിരെ മാത്രമല്ല വിമർശനം, ചൈനയ്ക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് ട്രംപ് ഈ രീതിയിൽ ഇന്ത്യയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ലോകത്തിന് മുന്നിൽ പലതരത്തിലും ഇന്ത്യ ഒന്നാമതെത്താൻ ശ്രമിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ തന്നെ ദേശീയതയിലൂന്നിയ ചില പ്രവർത്തനങ്ങൾ ഇന്ത്യ ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് ഇന്ത്യയെ അഭിനന്ദിച്ച ഡൊണാൾഡ് ട്രംപാണ് ഇന്ന് ഇന്ത്യയെ ലോകത്തിലെ നരകം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഇരട്ട നിലപാടുകളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഇവിടെ ട്രംപ് അധിക്ഷേപിച്ചിരിക്കുന്നത് ഇന്ത്യയെ മാത്രമല്ല ചൈനയെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ അമേരിക്കയിൽ പോയി ചേക്കേറുന്ന എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങളെയും അവര് കോമൺ ആയിട്ടും പറയുന്നുണ്ട്. ഇവിടെ ഒരു തമാശ എന്താ വെച്ചെങ്കിൽ, ഈ ട്രംപ് സ്വയം മറന്നുപോയി. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല. ഈ പറയുന്ന ട്രംപ് അടക്കം ആ നാട്ടുകാരനല്ല. ഈ ട്രംപ് വേറെ ആളുടെ പോസ്റ്റ് എടുത്ത് റീപോസ്റ്റ് ചെയ്താണ്. ആ പറയുന്ന മൈക്കൽ, അദ്ദേഹത്തിന്റെ നാടും ഈ അമേരിക്കയല്ല. ഇപ്പോ ഇന്ത്യക്കാര് ഒരുപാട് പേര് IT ഫീൽഡിലും അല്ലെങ്കിൽ നേഴ്സസ് ആയിട്ടും പണ്ട് കാലങ്ങളിൽ അമേരിക്കയിൽ പോയി അവിടെ ജോലി ചെയ്ത് ഇത്ര വർഷമാവുമ്പോൾ അവിടുത്തെ വർക്ക് പെർമിറ്റ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് അവര് കല്യാണം കഴിച്ച് അവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ, അമേരിക്കയുടെ നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് നേരിട്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടും. ആ സിറ്റിസൺഷിപ്പ് വെച്ചിട്ട് ഈ കുഞ്ഞ് വലുതാവുമ്പോൾ, അതായത് 10ഉം 18ഉം വയസ്സാകുമ്പോൾ ആ കുഞ്ഞിന്റെ എല്ലാ ബന്ധുക്കളെയും ആ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടവരെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് അവിടെയുള്ള ഈ ട്രംപ് അടക്കം, ഈ പറയുന്ന മൈക്കൽ എന്ന് പറയുന്ന വ്യക്തി അടക്കം അവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ ഒരു വിശദമായിട്ടുള്ള ഒരു നോട്ടും കൂടി ഞാൻ പറയാം. ഈ ട്രംപിന്റെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അച്ഛൻ ജർമ്മനാണ്, അമ്മ സ്കോട്ടിഷ് ആണ്. ഇയാള് ജനിക്കുന്നത് ക്യൂൻസ്, ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇയാള് ജനിച്ചിരിക്കുന്നത്. ആ ട്രംപാണ് പിന്നീട് വലുതായിട്ട് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അയാളുടെ കുടുംബ ചിത്രങ്ങൾ നമ്മൾ പലപ്പോഴും പ്രസിഡന്റ് ആയപ്പോഴൊക്കെ കണ്ടു. ഈ പറയുന്നവരെ മുഴുവൻ അവിടെ സിറ്റിസൺ ആക്കിയിട്ട് അയാൾ കൊണ്ടുവന്നു. അതേമാതിരി ഈ പോസ്റ്റ് ഇട്ട മറ്റേ വ്യക്തിയുണ്ടല്ലോ, മൈക്കൽ സാവേജ്, അദ്ദേഹം സത്യത്തിൽ അവിടെ ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല, ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഒരു പോഡ്കാസ്റ്റാണ്, റേഡിയോയില് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളാണ്, ഇങ്ങനത്തെ പരിപാടിയായി ഇരിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹവും ആ നാട്ടുകാരനല്ല. റഷ്യയിലാണ് അമ്മ, ഫാദർ, മറ്റേ കാനഡയിലാണ് മദർ. ഈ രണ്ടുപേരും അവിടെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് മറ്റുള്ളവര് ഇതേമാതിരി ചെയ്ത് ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങളും ചെയ്തു കൊടുത്ത, നമുക്കറിയാം അമേരിക്കയിലെ പ്രധാന എന്തൊക്കെ സംഭവങ്ങൾ, പ്രത്യേകിച്ച് ആധുനിക ബഹിരാകാശ വേഷണ കാര്യങ്ങൾ ഒക്കെ ആയിട്ടും, അതൊന്നും വേണ്ട, നമ്മുടെ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പനികളിലെ ഹെഡ് ആരാണ്? ഇന്ത്യക്കാരാണ്. അതേമാതിരി തന്നെ എല്ലാ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും IT മേഖലകളിലും ജോലി ചെയ്യുന്നതും ഇന്ത്യക്കാരാണ്. അപ്പൊ അമേരിക്കയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യക്കാരും ഈ ചൈനക്കാരും തന്നെയാണ്. അവരവിടെ വന്ന് താമസിച്ചപ്പോ, അവർക്ക് അവരുടെ കുഞ്ഞുണ്ടായപ്പോ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് സിറ്റിസൺ കിട്ടിയപ്പോൾ അവരെ രക്ഷിതാക്കളെയും ബന്ധുക്കളെയും അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവിടുത്തെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ താമസിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, മെഡിസിൻ, അതായത് മെഡിക്കൽ ഫ്രീ ആണ്. അതൊക്കെ അവർ ഉപയോഗിച്ചു. അപ്പോ സ്വാഭാവികമായിട്ട് അത് ആ ഗവൺമെന്റിന്റെ റവന്യൂവിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ട്രംപിന്റെ കുടുംബക്കാരും ഈ പറയുന്ന മൈക്കലിന്റെ കുടുംബക്കാരും
ഉപയോഗിക്കുന്നുണ്ട്. എന്താ അപ്പൊ അവരുടെ രാജ്യമൊന്നും ഈ പറയുന്ന അവഹേളനത്തിൽ പെടില്ലേ? അപ്പൊ അതൊന്നല്ല പ്രശ്നം. ഇവിടെ ഈ ഇന്ത്യനെ എടുത്തു പറയുന്നു, അതും ചൈനയുടെ പേരെടുത്തു പറയുന്നു. ഇത് ഇന്ത്യയും ചൈനയും ഇന്ന് വളരെ സൂൺ, വെരി സൂൺ അമേരിക്കയുടെ മുകളിലേക്ക് എത്താൻ പോകുന്ന രണ്ട് രാജ്യങ്ങളായി പോകുന്നതാണെന്ന് ട്രംപിനറിയാം. ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഈ റേഡിയോ എന്താണ് അയാൾക്കും അറിയാം. റേഡിയോയിലും പരിപാടി, അയാൾ ജോലി ചെയ്യുന്ന ആളൊന്നല്ല. അപ്പൊ തെറി പറയുക, ഒരു രണ്ട് രാജ്യങ്ങൾ നന്നായി വരുമ്പോൾ അവരെ തെറി പറഞ്ഞുകൊണ്ട് താഴ്ത്തിക്കെട്ടാം എന്നൊരു തോന്നൽ അയാള് പറഞ്ഞാലും ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന, വിവരദോഷിയായിരിക്കുന്ന ഒരാൾക്ക് അത് പറയാൻ ഒരിക്കലും ആ സീറ്റ് അതിന് യോജിച്ചതല്ല എന്ന് ട്രംപ് മനസ്സിലാക്കണം. ട്രംപ് ഇതേ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് അമേരിക്കയിൽ സിറ്റിസൺ എടുത്തതാണ്. ഇനി അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി പറയാം. അമേരിക്കയിലെ 90% ആൾക്കാരും ആ നാട്ടുകാരല്ല. എല്ലാം ഇതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് വൈഫിനെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞ് അവിടുത്തെ സിറ്റിസൺ ആകുമ്പോൾ അവിടുത്തെ സിറ്റിസൺ എല്ലാവരും ആയി മാറുന്ന ഒരവസ്ഥയാണ്. അവിടെ ഒരു 10% ആൾക്കാരുണ്ട് ആ നാട്ടുകാര്, കറുത്ത വർഗക്കാരാണ് അവർ പാവങ്ങളാണ്, പട്ടിണി കിടക്കുന്നവരാണ്. ഇന്നും അമേരിക്കയിൽ പോയാൽ അത് കാണാൻ പറ്റും. അവരെ കുറിച്ച് ട്രംപ് ഒന്നും പറയുന്നില്ലല്ലോ, അവരുടെ ജീവിതം വലുതാക്കാൻ നോക്കിയിട്ടില്ലല്ലോ. ഇതേ അവസ്ഥ തന്നെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലും പോയാൽ കാണാൻ പറ്റും. ഇപ്പൊ സൗദി അറേബ്യയിലെ ഇന്നത്തെ രാജാവടക്കം, അവിടെ വലിയ വലിയ ബിസിനസ്സുകാരടക്കം എല്ലാവരും തന്നെ ചേക്കേറിയവരാണ്. ഒറിജിനൽ കാട്ടറബികൾ എന്നാ പറയാ. ആ നാട്ടുകാർ ഇന്നും AC പോലും ഇല്ലാത്ത മൺകൂരകളിൽ താമസിക്കാൻ സൗദിയിലെ ഇൻസൈഡുകളിൽ പോയാൽ കാണാൻ പറ്റും. അവരാണ് ഒറിജിനൽ ആൾക്കാര്. അതേമാതിരിയുള്ള ഒറിജിനൽ ആൾക്കാര് അമേരിക്കയിലുണ്ട്. ആ കറുത്ത വർഗക്കാരെ കാണണമെങ്കിൽ ഈ മെട്രോ ട്രെയിനിന്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുകളിൽ രാത്രിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാ. ഇവര് കൊള്ള ചെയ്യാൻ വരും, ഈ കറുപ്പന്മാരെന്ന് പറയാൻ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള, അവരുടെ ജീവിത രീതി വലുതാക്കി കൊണ്ടുവരാൻ നമ്മുടെ കാട്ടിലുള്ള ആൾക്കാരില്ലേ, കാട്ടുജാതിക്കാര്, അതുപോലെയാണ് ഈ കറുപ്പന്മാർ അമേരിക്കയിലുള്ളത്. എന്നിട്ട് ചേക്കേറി വന്ന ട്രംപും ചേക്കേറി വന്ന മറ്റവരും കൂടിയിട്ട് മറ്റുള്ള ഇന്ത്യക്കാരെയും, ഇന്ത്യ എന്ന് പറഞ്ഞ അമേരിക്കയിലെ ഡെവലപ്മെന്റില് പ്രധാന റോൾ വഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് അമേരിക്ക മറന്നുപോയി. അതുമാതിരി തന്നെ ഇതിനു മുമ്പേ ബിൽ ക്ലിന്റണില്ലേ, അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്തിനാ വന്നതറിയോ? അമേരിക്കയിലെ നേഴ്സസ് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നിന്നും ചെന്ന നേഴ്സുമാർക്ക് പ്രത്യേക പേരാ. അതിനെ പ്രശംസിക്കാനായിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യക്ക് അവിടെ പ്രത്യേക സ്ഥാനം നിലനിൽക്കുമ്പോഴാണ് ഈ അവഹേളനവുമായിട്ട് ഈ ട്രംപ് ഈ പണിക്ക് നിന്നത്. എന്തായാലും ഇന്ത്യ അതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം അത് പിൻവലിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, കാര്യം വ്യക്തമല്ല. എന്തായാലും ഇന്ത്യയെ ഈ വിധത്തിൽ അധിക്ഷേപിച്ച, ഇന്ത്യയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ അമേരിക്കയിലുള്ള പ്രവാസികളെ അല്ലെങ്കിൽ അവിടെയുള്ള എക്സ്പാർട്സിനെ ഉൾപ്പെടെ വലിയ രീതിയിൽ നിശ്ചിതമായ ഒരു വിമർശനമാണ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ട്രംപ് അമേരിക്കക്കാരനാണോ എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. ആരാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്കാർ എന്നുള്ളത് ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ചയാവുകയാണ്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.